ആണ്ടോടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടോട് നമുക്ക് പിന്നെയും ഒരു കറുത്ത ദിവസം നൽകിയിരിക്കെ ആണ്ടോട് നൽകിയിരിക്കുന്ന ഈ കറുത്ത ദിവസത്തിൽ ആണ്ടവരെ സ്തുതിക്കുക, ആണ്ടവരെ നമുക്ക് മഹിമപ്പെടുത്താം. അവൻ ചെയ്ത ഉപകാരങ്ങളെ നമുക്ക് 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 ചിന്തിച്ചിടാം, നമുക്ക് വാസിച്ചിടാം. ഇங்கே നമ്മൾ എപ്പിസോഡ് 132 தான் നമ്മൾ പഠിക്കുന്നത്. ഏത് എപ്പിസോഡ് 132 ഞാൻ നേരത്തെ ചൊല്ലി, ഇത് ബൈബിൾ സ്റ്റഡി താൻ. ഇത് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നും നമ്മൾ ബൈബിൾ സ്റ്റഡി അല്ലെങ്കിൽ വചനത്തിൽ നിന്നും ഓരോ വാക്യമായിട്ട് നമ്മൾ ചിന്തിച്ച് അതിനെ വിസാരിച്ച് അത് നമ്മൾ പഠിക്കുകയാണ്. എങ്കിൽ ഫിലിപ്പിയ ലേഖനം 3:18 വാക്യം താൻ നമ്മൾ വാസിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3:18. അതിന് മുന്നാടി നമുക്ക് 17 വാക്യത്തിൽ പോയി നമ്മൾ ചിന്തിച്ചതിന് ശേഷം വിസാരിച്ചതിന് ശേഷം നമുക്ക് 18 വാക്യത്തിലേക്ക് നമുക്ക് പോയിടാം. അതിൽ നമുക്ക് അന്നേരം ആണ്ടവർ നമ്മളോട് എന്നെ പേശുന്നതെന്ന് നമുക്ക് തിരിയും. അപ്പോൾ നമുക്ക് എന്നാ പറ്റും? നമുക്ക് ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ നമുക്ക് വസിക്കാൻ നമുക്ക് ഇടയായിരുന്നു. എങ്കിൽ നമ്മൾ വാസിക്കുന്നത് 17 വാക്യത്തിൽ നമ്മൾ ഇന്നിപ്പം 18 വാക്യം താൻ നമ്മൾ വിസാരിക്കുന്നത്. എന്നാൽ 17 വാക്യത്തിൽ എന്നാ ഇങ്ങനെ ചെല്ലുത്, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുഗ്രഹിപ്പേൻ. ഞാൻ നേരത്തെ എന്നാ ചൊല്ലുത്, സഹോദരന്മാരെ, ഓം ബിൽബഡ് ബ്രദർ അല്ലെങ്കിൽ പ്രിയമാനവരെ, പ്രിയ സഹോദരന്മാരെ എന്ന് ചൊല്ലുന്നത്. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ എന്നെ പറയണം, എന്നെ പാർത്ത് ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്തിടുവീൻ. കാരണം എന്തുകൊണ്ട് തന്നെ അപ്പടി ചൊല്ലുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മുന്നിൽ ഒരു മാതൃക വേണം. ഞാൻ അതിന് നമ്മൾ അവനെ പാക്കുമ്പോൾ നമ്മൾ അവനെ പോലെ ആയിടും. ഞാൻ ഒരു ഉദാഹരണം ഞാൻ ചൊല്ലിടാം. നിങ്ങൾ ഒരു ബുക്കിൽ നിങ്ങൾ ഒരു വാക്യം, ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ലൈൻ നിങ്ങൾ എഴുതിയിട്ട് യഹോവ നല്ലവൻ എന്ന് നമ്മൾ അപ്പടിയെ എഴുതുക. അത് നിങ്ങൾ അത് എഴുതുമ്പോൾ നിങ്ങൾ എന്നാ പറ്റും? അതേപോലെ തന്നെ എഴുതണമെന്ന് ചൊല്ലുമ്പോൾ അത് എന്നാ പറ്റും? അടുത്ത ആൾ എഴുതുമ്പോൾ കൊഞ്ചം വ്യത്യാസം വരും. അതിൻ്റെ അടുത്ത ആൾ എഴുതുമ്പോൾ കൊഞ്ചം കൂടെ വ്യത്യാസം വരും. അതിൻ്റെ അടുത്ത ആൾ യഹോവ നല്ലവനെന്നുള്ളത് ഇപ്പം നല്ലവന് തിരിയാതെ യഹോവ നല്ലവൻ എന്നുള്ളതിന് യഹോവ എന്ന് ചൊല്ലിടും. അല്ലെങ്കിൽ യഹോവയ്ക്ക് പകരം ദൈവം എന്ന് ചൊല്ലിടും. കാരണം നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ നേരെ മേലിലുള്ളത് പാത്ത് താൻ ചെയ്യുന്നു. അതായത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആരെ നോക്കണം? നമ്മുടെ മുന്നിൽ ആര് താൻ നമുക്ക് വെച്ചിരിക്കുന്നു, നമുക്ക് അടിസ്ഥാനം ആര് താൻ? നീ ആരെ പാത്ത് നമ്മൾ ഓടേണ്ടത്? ആണ്ടവരായ യേശുക്രിസ്തുവിനെ നോക്കിത്താൻ നിനക്ക് ഓടണം. നിന്റെ നോട്ടം എങ്കിരിക്കും ആണ്ടവരായ യേശുക്രിസ്തു. ആണ്ടവരായ യേശുക്രിസ്തു എപ്പടി ജീവിച്ചാച്ചേ ഈ ലോകത്തിൽ, എപ്പടി അവൻ ഈ ലോകത്തിൽ കഷ്ടപ്പെട്ടാച്ചേ, എപ്പടി ലോകത്തിൽ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്താച്ചേ എന്ന് നമ്മൾ പാത്ത് അവനെ പോലെ ജീവിക്കുമ്പോൾ നമ്മൾ എപ്പടിയായിരിക്കും? ഓൾമോസ്റ്റ് അവനെ പോലെ ആയിടാൻ പറ്റും. അതാണ് എങ്കിൽ പൗലോസും അവനെന്നാ ചൊല്ലുന്നത്, അവൻ ആണ്ടവരായ യേശുക്രിസ്തുവിനെ നോക്കിത്താൻ അവൻ നടന്നാച്ച് അവൻ എന്നാ ചൊല്ലുക? നമ്മൾ നേരത്തെ വാസിച്ച അവൻ ഓടുക, അവൻ നടക്കുകയല്ല ഓടുക. ആണ്ടവരായ യേശു ക്രിസ്തു മുന്നിൽ പോയി അവൻ്റെ പിന്നാലെ ഓടുക. കാരണം അവന് ടൈം கிடைக்காது. ആണ്ടവരായ യേശു ക്രിസ്തുവിനെ എപ്പോഴും പക്കത്തിൽ ചെല്ലും എന്ന് വിചാരിച്ച് അവൻ ഓട്ടം സ്ഥിരതയോടുക. അതായത് അവൻ്റെ മുഴുവനും അവൻ്റെ ശ്രദ്ധയെങ്കിൽ ആണ്ടവരായ യേശു ക്രിസ്തു. അന്നേരം പൗലോസ് ഇങ്ങനെ ചൊല്ലുക, ഞാൻ ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ ഞാൻ ജീവിച്ചാച്ചേ, അതുകൊണ്ട് ഞാൻ നടക്കുകയല്ല. നമ്മൾ നടക്കണമെന്ന് എങ്കിൽ പൗലോസ് ചൊല്ലിയിട്ട് അവൻ നടക്കുകയല്ല, അവൻ ഓടുകയാണ്. നിങ്ങളും അതേപോലെ ശരി, ഞങ്ങൾക്കും അത്രയും സ്പീഡിൽ ഓടാൻ പറ്റുമെങ്കിലും നിങ്ങൾ അവനെപ്പോലെ ഓടുക. അതിന് അവൻ മുമ്പിൽ ഓടുമ്പോൾ താൻ നമുക്ക് നമ്മൾ ഓട്ടക്കളത്തിൽ നമ്മൾ പാക്കുമ്പോൾ നമുക്ക് പൊടിഞ്ഞിടും. നമ്മൾ ഓടുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ നോക്കി ഓടാതെ അവനെ നമ്മൾ പിന്നിലാക്കി എന്നല്ല. നിങ്ങളുടെ ലക്ഷ്യം എന്നായിരിക്കണം? എங்கே നമുക്ക് എത്തണമോ അത് താൻ നോക്കിയിട്ട് താൻ ഓടണം. നമ്മുടെ ലക്ഷ്യം നമ്മുടെ മുന്നിലെ വേണം. ആ മുന്നിൽ ഉണ്ടെങ്കിൽ മറ്റും താൻ നമുക്ക് ഓടാൻ പറ്റും. നമ്മൾ പിന്നാടി നോക്കി അവരെപ്പടി പോവാ ഇപ്പോഴെപ്പടി പോവാ എന്ന് നമ്മൾ പാത്തു കഴിഞ്ഞാൽ എന്നാ പറ്റും? നമ്മൾ സ്ലോ ആയിടും.
അപ്പടിയാകുമ്പം മറ്റുള്ളവർ പുറകിലുള്ളവർ നമ്മളെക്കാട്ടി മുമ്പിൽ പോയിടും. അന്നേരം അപ്പടി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്നാ பண்ணണം, നമ്മുടെ ഓട്ടം നമ്മൾ സ്ഥിരതയോടെ ഓടണം. നമ്മുടെ ഓട്ടം എന്തായിരിക്കണം? നമ്മൾ ഓടുന്നത് നമുക്കൊരു ലക്ഷ്യമിരിക്കും. ആ ലക്ഷ്യം നമ്മൾ ആണ്ടവരായ യേശുക്രിസ്തു. നമുക്ക് സ്വർഗത്തിലേക്കേ ഉള്ളത്. നമ്മുടെ യാത്ര എങ്കിലേക്ക് സ്വർഗത്തിലേക്കുള്ള വഴി. അതായത് ആണ്ടവർ എங்கே പോയിരിക്കും? സ്വർഗത്തിലേക്ക് പോയിരിക്കും. എന്നാൽ നമ്മുടെ വഴി എങ്കിത്? ആ സ്വർഗത്തിലേക്കുള്ള വഴി താൻ നമുക്ക് പോകേണ്ടത്. അന്നേരം ആ വഴിയിൽ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാക്കാതെ നിങ്ങൾ ഓടണം. അതായത് ഞങ്ങൾ മാച്ച് റണ്ണിങ് റേസൊക്കെ പാക്കുമ്പം അവർക്ക് അങ്ങ് വര വരച്ചിരിക്കും. ആ വരയിൽ കൂടെ തന്നെ ഓടണം. അവൻ ഈ ലൈനിൽ നിന്ന് അങ്ങേ ലൈനിൽ പോയാൽ ഫൗൾ താൻ അവൻ അതിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് അവനെ എന്നെ പറ്റിയിടും, അവനെ എടുത്ത് മാറ്റിയിടും. അവന് കിട്ടാനുള്ള ടാലൻറ്റ് അല്ലെങ്കിൽ കിട്ടാനുള്ള പ്രതിഫലം, അവന് കിട്ടാനുള്ള ഗിഫ്റ്റ് അല്ലെങ്കിൽ അവന് കിട്ടാനുള്ള കിരീടം അവന് കിടക്കാതെ. എന്നിട്ട് നമ്മുടെ ലക്ഷ്യം അംഗീകരിക്കുക. നമ്മുടെ ലക്ഷ്യം ആണ്ടവരായ യേശുക്രിസ്തു. നമ്മൾ ഓടുന്നത് ആരെ നോക്കി? ആണ്ടവരായ യേശുക്രിസ്തുവെ നോക്കി. നമ്മൾ അപ്പടി ഓടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അവനെ പോലെ ആവുവാൻ തക്കോണം നമുക്ക് സാധിക്കും. എന്നാൽ മുഴുവനുമായിട്ട് നമുക്ക് സാധിക്കാം. നമ്മൾ എത്ര പണിയാലും ആണ്ടവരായ യേശുക്രിസ്തുവിനെ നമുക്ക് സാധിക്കാം. എന്നിട്ട് ഇപ്പം പൗലോസ് ഓക്കെ ഞാനും മനുഷ്യൻ താൻ. ശരി, ആണ്ടവരായ യേശുക്രിസ്തു അവൻ ആര് താൻ? അവൻ ദൈവപുത്രൻ. ഓക്കെ, അവൻ ദൈവപുത്രൻ. അതുകൊണ്ട് എനിക്ക് അവനെപ്പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഞാൻ മനുഷ്യൻ താൻ. ആര്? പൗലോസ് ഞാൻ മനുഷ്യൻ താൻ. നിങ്ങൾ പാത്ത് നോക്കുക, ഞാൻ എപ്പടി ഓടുന്നതെന്ന് നിങ്ങൾ പാക്കുക. അത് ഞാൻ ഓടുന്നത് നിങ്ങളോട് ഞാൻ എന്നാ നിങ്ങൾ ഓടാൻ വേണ്ടി, നിങ്ങൾ നടക്കാൻ വേണ്ടി ചൊല്ലുക. അത് നമ്മൾ വാസിക്കുന്നത് നമ്മൾ ഏത് വാക്യം? നിങ്ങൾ 14-ാം വാക്യത്തിൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ള മരണം മുമ്പിലുള്ളതിനെ ആഞ്ഞം കൊണ്ട് ക്രിസ്തുയേശുവിനെ ദൈവത്തിൻ്റെ പരിമുടിയിൽ വിഴുതനായ വാക്കിലേക്ക് ഓടുന്നു. അത് നമ്മൾ ആങ്കെ അവൻ ചൊല്ലത് ഞാൻ ഓടുന്നു. എന്നാൽ 13-ാം വാക്യത്തിൽ ഞാൻ 12 ലഭിച്ചെന്ന് പിടിക്കപ്പെടുകൊണ്ട് എനിക്ക് അത് കൂട്ട് നമ്മൾ നേരത്തെ ഞാൻ ആ വാക്യം എങ്കിൽ തന്നെ മോളിൽ നമ്മൾ പോയിടുമ്പോൾ നമുക്ക് നമ്മുടെ പൗലോസ് നടക്കാൻ വേണ്ടി ചൊല്ലിയിരിക്കുക. നമ്മൾ നടക്കുകയല്ല, നമ്മൾ എന്നാ വേണം? പൗലോസിനെ പോലെ ആണെന്ന് പൗലോസ് ഓടുക. അന്നേരം നമ്മളും അവനെ പോലെ ഓടാൻ വേണ്ടി നമ്മൾ ട്രൈ பண்ணுമ്പോൾ അവനെപ്പോലെ ഓൾമോസ്റ്റ് അവനെപ്പോലെ ആയിടും. യേശു ക്രിസ്തുവിനെ പോലെ ആവാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ എപ്പോഴുമേ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ആരാണ് നമുക്ക് മാതൃക വെച്ചിരിക്കുന്നത് അവരെ താൻ നോക്കണം. ഇങ്ങനെ പൗലോസ് 16-ാം വാക്യത്തിൽ എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നമുക്ക് കിട്ടിയ പരിജ്ഞാനം അല്ലെങ്കിൽ വചനത്തിൽ നിന്ന് കിട്ടിയ 16-ാം വാക്യത്തിൽ താൻ വാസിക്കുന്നത് അതിന് ചിത്തമായ രീതിയിൽ നമ്മൾ നടക്കുക. ഇരിക്കാൻ വേണ്ടി ചൊല്ലിയിട്ടില്ല, അല്ലെ പടുക്കാൻ വേണ്ടി ചൊല്ലിയിട്ടില്ല, നമ്മളോട് നടക്കാൻ വേണ്ടി അത് ഇങ്ങനെ പൗലോസ് എന്നെ പണ്ടുക അവൻ ഓടുക. നമ്മൾ ആരെ പാക്കണം? പൗലോസിനെ പാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആണ്ടവർ യേശുക്രിസ്തുവിനെ നമുക്ക് പാക്കാമെങ്കിൽ പൗലോസ് ചെയ്ത പോലെ നമ്മൾ പാക്കുവാങ്ങെങ്കിൽ നമ്മൾ പൗലോസിനെ പോലെ ആയിടും. പൗലോസ് ചെയ്ത ഞാൻ നേരത്തെ ഞാൻ ചൊല്ലിയാച്ച നമ്മൾ വിസാരിച്ചാച്ച അവൻ ചൊല്ലുന്നത് അവൻ്റെ വയസ്സാന കാലത്തിൽ അവൻ എന്നാ ചൊല്ലുന്നത്? ഞാൻ ഉലകം മുഴുവനും ഓടിയാച്ച്. എനിക്കിനി എങ്ങുമേ പോവാൻ ഇനി ഇടമില്ല. അതേപോലെ ഞാൻ എല്ലായിടത്തും ഞാൻ ഓടിയാച്ച്. എന്നാൽ അവന് രമ്പ ഓട്ടം ഓടിയാച്ച്. എന്നാൽ ഇங்கே നമുക്ക് ആണ്ടവർ ഈ 18-ാം വാക്യത്തിൽ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കും. നിങ്ങൾക്ക് വിസാരിച്ചെന്ന ഒരു കാര്യം, നമ്മുടെ കൂട്ടത്തിൽ വിശ്വാസികളെ പറ്റി അനേകർ എന്നാ പണ്ണുക? ക്രിസ്തുവിനെ എതിരായിട്ട് നടക്കുക. അതായത് നമ്മൾ പാക്കുമ്പോൾ അവർ നല്ല വിശ്വാസി, എന്നാൽ അവർ നടക്കുന്നത് എപ്പടിയേ? ആണ്ടവർക്ക് ചിത്തമല്ലാത്ത രീതിയിൽ നടക്കുന്നത്.
இங்கே சொல்லு அவர் ஆண்டவருக்கு சத்துருக்களாக அவர் அவர் தப்பு ചെയ്യുമ്പോൾ എന്നെ പറ്റും? അവരെ பார்த்து നടക്കുന്നവർ എന്നെ പറ്റും? അവരെ പോലെ ആയിടും. അത് നമ്മളും എന്തുമായിടും? ആണ്ടവർക്ക് ശത്രുക്കളായി തീർന്നിടും. അല്ല, വിചാരിച്ചു നോക്ക്. അവനെ നമ്മുടെ സഭയിൽ തന്നെ നമ്മൾ பார்க்குമ്പം നമ്മൾ തന്നെ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ മക്കളെ വിളിച്ച് അപ്പ നീ പാത്താച്ച അവൻ ആ മൂപ്പൻ ഇപ്പോഴാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പോഴാണ് നടക്കുന്നത്, അവൻ ചെയ്യുന്ന തപ്പല്ലേ, അവൻ ചെയ്യുന്ന അത് ആണ്ടവർക്ക് ശത്രുക്കളായി തീരുകയാണ്. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ലക്ഷ്യം അതിൻ്റെ കാരണം നിങ്ങളുടെ ലക്ഷ്യം എന്നതായച്ചാൽ ആണ്ടവായ യേശുക്രിസ്തു അല്ല. നിങ്ങളുടെ ലക്ഷ്യം എന്നാ? സാത്താൻ്റെ ലക്ഷ്യം. അത് എപ്പോഴും സാത്താനെ, അതായത് അതിൽ നിന്നും നമുക്ക് എന്നാ കിടക്കും, നിങ്ങൾക്ക് എപ്പോഴും ലാഭം കിടക്കും എന്ന് വിചാരിച്ച് നമ്മൾ സഭയിൽ ഇരിക്കുകയാണ്. അതായത് സഭയിൽ കളിക്കുന്ന പൈസ എല്ലാമേ യൂസ് പണി അവരുടെ ചിത്തത്തിന് വേണ്ടി യൂസ് പണുക. ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ സഭയിലുള്ള ആടുകളെ ദ്രോഹിച്ച് അവർ ചെയ്യും. അവർ ശത്രുക്കളാണ്. இங்கே சொல்லுது, அவர் சத்துருக்களாய் அவர் செய்வார். ஆண்டவருக்கு சித்தமில்லாதவர் எல்லாம் ஆண்டவருக்கு சத்துருக்கள். இங்கே பவுலோஸ் என்ன சொல்லுது? இது விசுவாசிகளுக்கு தான் சொல்லுது. இது ലോകമാനവർക്ക് വേണ്ടി അല്ല சொல்லுது, വിശ്വാസികളോട് சொல்லுது. ഞാൻ പലപ്പോഴും നിങ്ങൾ പറഞ്ഞതുപോലെ അനേക ക്രിസ്തു ക്രൂശിന് ശത്രുക്കളെ, അതായത് ആണ്ടവരായ യേശു ക്രിസ്തു മരിച്ച ക്രൂശ് അതിന് എതിരായിട്ട് നടക്കും. അല്ലെങ്കിൽ ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിന് ഒത്തവണ്ണം നടക്കാതെ നമ്മൾ എന്നാ ചെയ്യുക? അതിന് വിപരീതമായി നടക്കും. നമ്മൾ വിചാരിക്കും, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പവിത്രനായി നടക്കുക, ഞാൻ ചെയ്യുന്ന എല്ലാമേ നല്ലതാണ്. ആരാണ് നിങ്ങളെ പാക്കുന്നത്? ആണ്ടവരുടെ സഭയിൽ ആര് താൻ പാക്കുന്നത്? ആണ്ടവർ താൻ പാക്കുന്നത്. നിങ്ങൾ വിചാരിക്കും, ആണ്ടവരെ എங்கே ഇരിക്കെ? ആണ്ടവരെ ഞാൻ പാക്കുകയില്ല. ആണ്ടവർ എங்கே ഇരിക്കുന്നത് എനിക്ക് എന്നാ തിരിയും? എന്നാൽ ആണ്ടവർ നിങ്ങളെ പാക്കുന്നത്. അന്നേരം ആണ്ടവരുടെ വചനം എന്നെ சொல்லுது, നിങ്ങൾ ശത്രുക്കളായി നടക്കുന്നു. ശത്രുക്കളായി നിങ്ങൾ നീ ആണ്ടവർക്ക് ചിത്തമല്ലാത്ത രീതിയിൽ നിങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നിങ്ങൾ എന്നാ പറയണം? നിങ്ങളെ തന്നെ പരിശോധിച്ച് നിങ്ങൾ അത് ശരിയാക്കണം. അത് നമ്മൾ നേരത്തെ ഞാൻ ചൊല്ലിയാച്ച്, നമുക്ക് വേറെ ആരും നമ്മളെ വിധിക്കേണ്ട കാര്യമില്ല. നമ്മൾ മറ്റുള്ളവരെ വിധിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നീ അവരോട് சொல்ல, നീ അവൻ ഇപ്പടിയാണ്, ഇവൻ ഇപ്പടിയാണ്, അത് അപ്പടി ചൊല്ലേണ്ട കാര്യമില്ല. നിനക്ക് എന്നാ പറയണം? നിന്നെ തന്നെ പാക്കുക. നിന്നെ തന്നെ പാത്തിട്ട് നീ ആണ്ടവർക്ക് ചിത്തമായ രീതിയിലാണോ നടക്കുന്നത്? ഞാൻ ചെയ്യുന്നത് മൂലം ആണ്ടവർ നിന്നോട് പ്രസാദിക്കുമോ ഇല്ലയോ എന്ന് നീ വിചാരിക്കണം. എൻ്റെ സമയം കടന്നു വെച്ച് ആണ്ടവരുടെ നാം മഹിമ പറയട്ടെ. ആമീൻ.